ഈ കൊല്ലപ്പെട്ട സ്ത്രീകളൊക്കെ അവരുടെയൊക്കെ ഡെഡ് ബോഡി ഒരേ പാറ്റേണിലാണ് ഈ കില്ലർ കെട്ടിവെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ ഈ കഴുത്തിൽ ഒരു പാടുണ്ടാവും, അതുപോലെ ഇവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിച്ചാണ് കൈയും കാലും കെട്ടി വെച്ചേക്കുന്നത്. അപ്പം ഇന്നർവെയർ തലയിൽ കൂടെ ഇട്ട് മൂടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവർ പിടിച്ചുകൊണ്ട് വന്ന ആൾ പറയുന്നില്ല. ഒരു പാടം, ആ പാടത്തിൻ്റെ വരമ്പിൽ ഉള്ള ഒരു സ്ലാബിൻ്റെ അടിയിൽ ഒരു സ്ത്രീയെ കൊന്ന് ഇങ്ങനെ കൈയൊക്കെ കെട്ടി അവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ തലയിലൂടെ ഇട്ടേക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ചീഫ് പറഞ്ഞിട്ട് കുറച്ച് സ്ക്വാഡൊക്കെ ഇട്ട് ആ ഒരു പാടം മുഴുവൻ അവിടെ ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി തിരയുകയാണ്. മറ്റൊരു പെൺകുട്ടിയുടെ ബോഡിയും കൂടെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ പെൺകുട്ടിയുടെ പ്രൈവറ്റ് ഏരിയയിൽ പീച്ച് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കെന്തോ ഒരു അറപ്പ് തോന്നും. അത്രമാത്രം ബ്രൂട്ടലി ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വർഷം 1986 സൗത്ത് കൊറിയയിലെ ഹൊസാങ് സിറ്റിയിൽ ഒരു യുവതി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു. അതിനുശേഷം 10ഓളം സ്ത്രീകൾ ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടൊരു സംഭവമുണ്ടായി. ഈ ഒരു സംഭവത്തെ അന്വേഷിച്ച് എന്ന ആർക്കും കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു സീരീസ് ഓഫ് കൊലപാതകത്തിൻ്റെ ഒരു ജേണലിൽ ആ ഒരു കാര്യം ഒരു നാടകമായി രചിക്കപ്പെട്ടു. ഈ ഒരു നാടകത്തിൻ്റെ പേര് കം ടു സീ മീ എന്നായിരുന്നു. ഈ നാടകം പിന്നീട് പലയിടത്തും ചർച്ചാ വിഷയമാവുകയും അങ്ങനെ ഈ ചർച്ചാ വിഷയമായ കം ടു സീ മീ എന്ന നാടകത്തെ 2003 ഒരു സിനിമയാക്കി മാറ്റി. മെമ്മറീസ് ഓഫ് മർഡർ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. മെമ്മറീസ് ഓഫ് മർഡർ സംവിധാനം ചെയ്തത് ബോങ് യോ ഹോയാണ്. ഇതിൻ്റെ തിരക്കഥ രചിച്ചതും ബോങ് യോ ഹോയും ഷിംഷാം എന്ന് പറയുന്നൊരു ആളും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥ നിർവഹിച്ചത്. കഥ ഓൾറെഡി കം ടു സീ മീ എന്ന് പറയുന്ന നാടകത്തിൽ നിന്ന് എടുത്തതാണല്ലോ. മാത്രമല്ല ഇത് നടന്നൊരു സംഭവം കൂടെ. കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കണ്ടുകിട്ടാത്ത പല കേസുകളും ഉണ്ട്. മലയാള സിനിമയിൽ പല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലും കുറ്റവാളികളെ അവസാനം കിട്ടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ മലയാളികൾ പ്രേക്ഷകർക്കിടയിൽ അതാണ് കണ്ടിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോളക്കുളം വധക്കേസൊക്കെയുള്ള അതുപോലത്തെ കേസുകളൊക്കെ തെളിയിക്കപ്പെട്ട രീതിയിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മെമ്മറീസ് ഓഫ് മർഡർ അങ്ങനല്ല. ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്ത കില്ലർ നമ്മുടെ ഇടയിൽ എവിടെയോ ഉണ്ട് എന്ന് നമ്മളെ തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഈ മെമ്മറീസ് ഓഫ് മർഡർ എന്ന സിനിമ. പാർക്ക് ചോയങ് സിയോ ഇങ്ങനെ 3 ഡിറ്റക്റ്റീവ്സ് കൂടി ഒരു കൊലപാതകം തെളിയിക്കാൻ നടക്കുന്നതാണ് മെമ്മറീസ് ഓഫ് മർഡറിൻ്റെ കഥ. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു യുവതിയെ ഒരു പാലത്തിൻ്റെ അടിയിൽ കൊന്നിട്ടേക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പാലം എന്ന് പറയുമ്പോൾ ഒരു സ്ലാബിൻ്റെ അടിവശമാണ്. അപ്പോൾ ഒരു പാടം, ആ പാടത്തിൻ്റെ വരമ്പിൽ ഉള്ള ഒരു സ്ലാബിൻ്റെ അടിയിൽ ഒരു സ്ത്രീയെ കൊന്ന് ഇങ്ങനെ കൈയൊക്കെ കെട്ടി അവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ തലയിലൂടെ ഇട്ടേക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ പാർക്ക് പോയിട്ട് ഇങ്ങനെ ആ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇങ്ങനെ ഈ ഡെഡ് ബോഡി കണ്ടതിന് ശേഷം കുറച്ച് കുറ്റവാളികളുടെയൊക്കെ അയാൾക്ക് സംശയമുള്ള കുറച്ച് പേരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇയാളുടെ ഡയറിയിൽ എഴുതി വെക്കുന്നു. അവരുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊന്നും അല്ല ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാർക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഈ കാര്യം പാർക്ക് തൻ്റെ ഗേൾഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗേൾഫ്രണ്ട് പറയാണ്, ഈ കൊല്ലപ്പെട്ട ഈ യുവതിയുടെ പിന്നാലെ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൻ്റെ ഉടമയുടെ മകൻ നടപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ അവനെ ഒന്ന് പൊക്കിയാൽ കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ പാർക്ക് ഇത് കേട്ട ഉടനെ തന്നെ ഈ ഒരു പയ്യനെ പൊക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. ക്വാൻ എന്നാണ് ആ ഒരു ചെറുക്കൻ്റെ പേര്. അപ്പോൾ ഈ ക്വാനിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ ഈ ക്വാനിനെ കൊണ്ട് കുറ്റസമ്മതം നടത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർക്ക് ചെന്നിട്ട് പറയുകയാണ്, നീയല്ലേ അവനെ കൊന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇയാളാകെ ഒരു കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പോൾ അല്ല എന്നാണ് ക്വാൻ ആദ്യം പറയുന്നത്. പാർക്ക് പക്ഷേ കൃത്രിമമായിട്ട് മറ്റൊരു തെളിവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ക്വാനിൻ്റെ ഷൂ കൊണ്ടുപോയിട്ട് ഈ ചെളിയിൽ കൊണ്ട് അമർത്തിയതിന് ശേഷം ഈ ഫുട് പ്രിൻ്റ് നീ അതിലെ നടന്നു പോയതല്ലേ എന്നും പറഞ്ഞിട്ട് ഈ ഫോട്ടോഗ്രാഫ് കൊണ്ട് കാണിക്കുന്നു. അങ്ങനെ ഈ ഒരു കൊലപാതകം ക്വാനാണ് ചെയ്തത് എന്ന് അങ്ങ് സമ്മതിപ്പിക്കുകയാണ് ഇവനെ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള
ഫിസിക്കലി അത്ര ഏബിളായിട്ടല്ലാത്ത ഒരു വ്യക്തി ഈ കൊലപാതകം ചെയ്യില്ലല്ലോ എന്നൊക്കെ സിഒ പറയുന്നുണ്ട്. സിഒ ശരിക്കും ഈ ഒരു കാര്യത്തിനെതിരാണ്. അപ്പോൾ സിഒ തൻ്റേതായിട്ടുള്ള രീതിയിൽ കുറ്റാന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ചീഫുണ്ട്, അയാൾ ഉൾപ്പെടെ പറയുന്നത് മീഡിയയുടെ വായടയ്ക്കാൻ നമുക്കിതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് സിഒയോട് പറയുന്നുണ്ട്. പക്ഷേ സിഒ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ കേസിൻ്റെയൊക്കെ എടുക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്വാനിനെ അറസ്റ്റ് ചെയ്യുകയാണ്. മഴയുള്ള രാത്രിയിലാണ് ഇയാൾ കൊലപാതകം ചെയ്യുന്നത്. അതുപോലെ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ എല്ലാം ഡ്രസ്സെന്ന് പറയുന്നത് റെഡ് കളറിലുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പം ഈ ഒരു തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു പെൺകുട്ടി കാണാതെ പോയ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും അവിടെ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന് സിഒ ഒന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു ചീഫ് പറഞ്ഞിട്ട് കുറച്ച് സ്ക്വാഡൊക്കെ ആയിട്ട് ആ ഒരു പാടം മുഴുവൻ അവിടെ ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി തിരയുകയാണ്. അങ്ങനെ ഭയങ്കര ഡീക്കേ ആയിട്ടുള്ള ഒരു ഡെഡ് ബോഡി അവർക്ക് വീണ്ടും കിട്ടുന്നു. അങ്ങനെ ആ ഒരു ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അവരതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എല്ലാം ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച ശേഷം, അതായത് അവരുടെ ആ ഒരു ബോഡിയിലുള്ള ഡീറ്റെയിൽസ്, റെഡ് കളർ ഡ്രസ്സ്, അതുപോലെ മഴയുള്ള രാത്രി, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച ശേഷം ഈ ഡിറ്റക്റ്റീവ്സ് തന്നെ ഒരു സ്ത്രീയെ അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത്, അതായത് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് ആ ഒരു രാത്രി ഇങ്ങനെ മഴയത്ത് ഇവരെ നടത്തിവിടും. അപ്പോൾ അന്ന് കൊലപാതകയെ പിടിക്കാം എന്നുള്ള രീതിയിലാണ് ഇവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്തോ കൊലയാളി ഭയങ്കര സമർത്ഥനാണ് എന്നിവിടെ പറയാൻ പറ്റും. അയാൾ ആ ഒരു സ്ത്രീയെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ഓഫീസിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ലേഡിയുണ്ട്, ലേഡി സ്റ്റാഫ്. അവർ പറയും ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത് റേഡിയോയിലൊരു പ്രത്യേക സോങ്, സാഡ് സോങ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സാഡ് സോങ് ഉള്ള സമയത്തും അതുപോലെ മഴയുള്ള സമയത്തുമാണ് ഈ കുറ്റങ്ങളെല്ലാം നടന്നിട്ടുള്ളത്, ഈ കൃത്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്നവർ പറയും. അപ്പോൾ ഇവർ പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസും കൂടെ ഇവർ കളക്ട് ചെയ്യുന്നു. ശേഷം സാഡ് സോങ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഓഫ് സോങ്ങിൻ്റെ കാര്യം അന്ന് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു FM സ്റ്റേഷനിലേക്ക് പോസ്റ്റ് കാർഡ് അയച്ചേക്കുന്നത് ആരാണോ അയാളായിരിക്കും സീരിയൽ കില്ലർ എന്നിവർ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ പോസ്റ്റൽ കാർഡ് അയച്ച ആൾ ആണ് കില്ലർ. അപ്പോൾ ഇവർ ഈ പോസ്റ്റൽ കാർഡ് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുന്നു. പക്ഷേ അവർക്ക് ആ ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. കാരണം ഇത് 80s ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് പോസ്റ്റൽ കാർഡ്സുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേഷനിലുള്ള ആൾക്കാർ, FM സ്റ്റേഷനിലുള്ള ആൾക്കാർ ഈ കാർഡ്സ് എല്ലാം തന്നെ നശിപ്പിച്ചിരുന്നു. അങ്ങനെ അവർക്ക് ആ ഒരു തെളിവും കിട്ടാതെയാവുന്നു. ഇങ്ങനെ ഈ ഒരു വിഷമം പാർക്ക് തൻ്റെ ഗേൾ ഫ്രണ്ടിനോട് വീണ്ടും പറയുകയാണ്. അപ്പം അവൾ പറയും, ഇവിടെ ഒരു മന്ത്രവാദിനിയുണ്ട്, നിങ്ങൾ അവളെ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു വാക്ക് കേട്ട് പാർക്ക് വീണ്ടും ഈ മന്ത്രവാദിനിയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അവരവിടുന്ന് ഒരു ലിക്വിഡ് കൊടുക്കും. ഇപ്പം ഈ കുറ്റം നടന്നത് എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് ഒരു പേപ്പറിൽ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ കുറ്റവാളിയുടെ മുഖം തെളിഞ്ഞു വരും എന്ന് പറയും. അങ്ങനെ പാർക്കും ചോയും കൂടെ രാത്രിയിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വേറൊരാൾ വരും, അവിടെ വന്ന് സ്മോക്ക് ചെയ്തുകൊണ്ട് നിൽക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ സിഒ ആണ്. അപ്പോൾ ഈ സിഒയും വന്നിരിക്കുന്നത് ആ ഒരു കുറ്റവാളിയെ തേടിയിട്ടാണ്. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാതെ ഒളിച്ചിരിക്കും. അപ്പോൾ അങ്ങോട്ട് വേറൊരാൾ കടന്നു വരും. ഇവർ ഉറപ്പിച്ചു ഇതാണ് കുറ്റവാളി എന്ന് ഉറപ്പിച്ചു. പക്ഷേ അത് മറ്റൊരാളായിരുന്നു. അയാൾക്ക് ഒരു പാരാഫിലിക് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ സ്ത്രീകളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അയാൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ 3 ഡിറ്റക്റ്റീവ്സും കൂടെ ചേർന്ന് ഇയാളെ പിടിക്കും. ഇയാളെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ ഓടിച്ചെന്ന് വേറൊരു ഈ ഗ്രാനൈറ്റൊക്കെ മൈൻ ചെയ്യുന്നൊരു സ്ഥലത്തേക്കാണ് ഇയാൾ ഓടിക്കയറി ചെല്ലുന്നത്, ഒരു ഫാക്ടറിയിലേക്ക്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ പാർക്ക് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കും. അപ്പോൾ പാർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇയാൾ ധരിച്ചിരിക്കുന്നത്, അതായത് കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട ആ ഒരു വ്യക്തി ധരിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ചെറിയൊരു പോർഷൻ ഇയാൾ കാണും. അങ്ങനെ അത് വെച്ച് പാർക്ക് കണ്ടുപിടിക്കും അയാളും അല്ല കുറ്റവാളി, അയാളുടെ ഭാര്യ തളർന്നു കിടക്കുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ശാരീരികമായിട്ട് അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഇയാൾ. ഈ കൊല്ലപ്പെട്ട സ്ത്രീകളൊക്കെ ഈ അവരുടെയൊക്കെ ഡെഡ് ബോഡി ഒരേ പാറ്റേണിലാണ് ഈ കില്ലർ കെട്ടിവെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ ഈ കഴുത്തിൽ ഒരു പാടുണ്ടാവും. അതുപോലെ ഇവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിച്ചാണ് കൈയും കാലും കെട്ടി വെച്ചേക്കുന്നത്. അപ്പം ഇന്നർവെയർ തലയിൽ കൂടെ ഇട്ട് മൂടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ
ഇവർ പിടിച്ചുകൊണ്ട് വന്ന ആൾ പറയുന്നില്ല. അപ്പം അയാളല്ല പ്രതി എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനിടയിൽ സിയോയ്ക്കും പാർക്കിനും മറ്റൊരു ക്ലൂ കൂടെ ലഭിക്കുന്നുണ്ട്. കുറച്ചു കാലം മുൻപ് ഈ ക്വാനിനെ കൊണ്ട് കുറ്റസമ്മതം നടത്തുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ വെച്ച് അവന് എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും അതുപോലെ ഇവരെ എങ്ങനെയാണ് മൂടിക്കെട്ടിയതെന്നും ഉള്ള കാര്യമൊക്കെ ഇവർ ചോദിക്കാതെ തന്നെ ക്വാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊലപാതകയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് ക്വാനാണ്. അപ്പോൾ ഈ ക്വാനിനെ അന്വേഷിച്ച് ഇവർ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. പക്ഷേ വീണ്ടും ഈ ക്വാനിൻ്റെ ആൾക്കാരുണ്ട്, അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് സിയോയെയും പാർക്കിനെയും കൂടെ ഓടിക്കാൻ തുടങ്ങും. ഈ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്ക് ക്വാൻ ഓടിച്ചെന്നൊരു റെയിൽവേ ട്രാക്കിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കും. അങ്ങനെ അവിടെ വെച്ച് ക്വാൻ മരണപ്പെടുകയാണ്. ട്രെയിൻ വന്നിടിക്കും. കാരണം മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഭയങ്കര പെട്ടെന്ന് അങ്ങ് ആൻസൈറ്റി ഉണ്ടായി അയാൾ മരിച്ചു എന്ന് അയാൾക്ക് പോലും അറിയത്തില്ലായിരിക്കും. അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു സംഭവം അവിടെ നടക്കുകയാണ്. ഇങ്ങനെ മറ്റൊരു പെൺകുട്ടിയുടെ ബോഡിയും കൂടെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ പെൺകുട്ടിയുടെ പ്രൈവറ്റ് ഏരിയയിൽ പീച്ച് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കെന്തോ ഒരു അറപ്പ് തോന്നും. അത്രമാത്രം ബ്രൂട്ടലി ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ഈ ഒരു പോസ്റ്റ് കാർഡ്, നേരത്തെ സാഡ് സോങ്ങിന് വേണ്ടിയിട്ട് അയച്ചേക്കുന്ന പോസ്റ്റ് കാർഡ് അയച്ചേക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം ഇവർക്ക് കിട്ടുന്നു. അങ്ങനെ ആ ഒരാളെ വീണ്ടും കൊണ്ടുവരികയാണ്. പാർക്ക് എന്ന് തന്നെയാണ് ആ ഒരു ആളുടെയും പേര്. അപ്പോൾ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള പാർക്കിനെ ഇവർ കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ ഇവനോട് ചോദിക്കും, സാഡ് സോങ്ങിൻ്റെ ലെറ്ററൊക്കെ നീയാണോ അയച്ചേക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവൻ സമ്മതിക്കുന്നു, അതെ ഞാനാണ് അയച്ചത് എന്നൊക്കെയുള്ള കാര്യം പാർക്ക് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കൊലപാതകത്തെ പറ്റിയിട്ട് ഇയാൾ പറയുന്നില്ല. അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ മുമ്പ് നടന്ന ആ ഒരു കൊലപാതകത്തിൽ നിന്നും ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കുറ്റവാളിയുടെ സെമൻ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് ഇത് ആരുടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഒന്നും കൊറിയയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരത് അമേരിക്കയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ 3-4 ദിവസം എടുക്കും. അതുവരെ പാർക്ക് കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുകയാണ്. പാർക്കിനെ ഇവർ ഉപദ്രവിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു സെമൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ പാർക്കല്ല കുറ്റക്കാരൻ എന്നാണ്, അത് മറ്റാരുടെയോ സെമൻ ആയിരുന്നു എന്നുള്ള കാര്യം ഈ ടെസ്റ്റ് റിസൾട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. ആ ഒരു കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇത്രയും നല്ല കഴിവുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ്സിന് കഴിഞ്ഞില്ല. അവിടെ വെച്ച് ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രസൻറ്റ് കണ്ടീഷൻ, അതായത് 2003 ആണ് കാണിക്കുന്നത്. ഈ 2003 പാർക്ക് വരുന്നു. അപ്പം ആദ്യം കാണിക്കുന്ന സീനിൽ അയാൾ ഇങ്ങനെ താഴേക്ക് നോക്കി ആ ഒരു സ്ലാബിൻ്റെ അടിവശത്തേക്ക് നോക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ അവിടെ ഡെഡ് ബോഡി ഒന്നും ഇല്ല. അയാളിങ്ങനെ ഓർക്കുകയാണ് ഈ കില്ലർ ആരായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി വരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കും, നിങ്ങൾ എന്താണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കുറച്ച് മുമ്പ് ഒരാൾ ഇവിടെ വന്ന് നോക്കിയിരുന്നല്ലോ എന്നുള്ള കാര്യമൊക്കെ. ആരാണ് നോക്കിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുകയാണ്, നമ്മളെപ്പോലെയൊക്കെ ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നു. അയാൾക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. ഒന്നും തന്നെ ഇല്ല, സാധാരണ ഒരു മനുഷ്യൻ. ഇങ്ങനെ ആ ഒരു നോട്ടം, പാർക്ക് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്കാണ് നോക്കുന്നത്, ഓഡിയൻസിനെയാണ് നോക്കുന്നത്. ആ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഡിറ്റക്റ്റീവ് ക്രൈം ത്രില്ലറുകളിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു മൂവിയാണ് ഈ മെമ്മറീസ് ഓഫ് മർഡർ എന്ന് പറയുന്നത്. നിങ്ങളിൽ ഒരാളായിരിക്കാം കുറ്റവാളി, അല്ലെങ്കിൽ ഇനി നിങ്ങളാണ് ഈ ഒരു കൊലക്കിരയാകാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള നോട്ടം ഈ ഒരു സിനിമയുടെ പ്രത്യേകത തന്നെയാണ്. കില്ലറിനെ കണ്ടുപിടിക്കുന്നില്ല, പക്ഷേ ആ ഒരു കില്ലർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് സംവിധായകൻ നമ്മളോട് പറയാതെ പറയുന്നൊരു രീതി ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. ബോങ് ജോങ്-ഹോ എന്ന സംവിധായകന് ഈ സിനിമയ്ക്ക് ഒട്ടേറെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ നിയോനോർ എന്നൊരു സങ്കേതത്തിലാണ് എടുത്തേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു 1940s തൊട്ടുള്ള ഒരു കാലഘട്ടത്തിലെ കാണിക്കുന്ന രീതി അമേരിക്കൻ സിനിമകൾക്കുണ്ടായിരുന്നു. പിന്നീട് അത് ഒരു 80s ആയപ്പോഴത്തേക്കും പല സിനിമകളിലും ഉപയോഗിക്കാൻ തുടങ്ങി. പഴയ കാലഘട്ടത്തെ വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ട് ഈ ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ അങ്ങനെ കാണിക്കുന്നൊരു രീതിയായാണ് ഈ നിയോനോർ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് കിങ് യങ് കോ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറാണ്.
ഈ സിനിമയ്ക്ക് സിനിമാറ്റോഗ്രാഫിയുടെ ഒരു എക്സ്ട്രീം വേർഷൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വേറൊന്നുമല്ല, ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സിനിമയിലെ പല സീൻസും. കാരണം ഇതിലുപയോഗിച്ചിരിക്കുന്ന ആ ഒരു കളർ പാറ്റേൺ, അതുപോലെ ഇതിൽ കില്ലർ ഇഷ്ടപ്പെടുന്നത് റെഡ് കളറിലെ ഡ്രസ്സ് ധരിച്ച കുട്ടിയാണ്. എന്തുകൊണ്ടങ്ങനെ ആ റെഡ് തിരഞ്ഞെടുത്തു? ആ ഒരു കാര്യമൊക്കെ ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിലെ പല ഷോട്ടുകളും നമുക്ക് കുറച്ച് ഫീൽ ചെയ്യും. അതായത് ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഓൾഫാക്ടറി ഇമേജിനെയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് ഈ സിനിമയ്ക്കുള്ളത്. മാത്രമല്ല, മലയാളികൾക്ക് അത്ര ഡൈജസ്റ്റ് ആകാത്ത പല സീൻസും ഇതിനകത്തുണ്ട്. സെക്സ്, അതുപോലെ മാസ്റ്റുർബേഷൻ, റേപ്പ് തുടങ്ങിയതൊക്കെ അതിൻ്റെ എക്സ്ട്രീം വേർഷനിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ജിംസൺ മിൻ ആണ് ഈ സിനിമയുടെ എഡിറ്റിങ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ ചില സീൻസൊക്കെ നമുക്ക് ഭയങ്കര പേടി തോന്നുന്നത്, അതുപോലെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്, അതുപോലെ സീൻ ബൈ സീൻ ഇപ്പോൾ കില്ലർ ഇയാളാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില എവിഡൻസ് കൊണ്ടുവരുന്ന സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നമുക്ക് ക്യൂരിയോസിറ്റി തോന്നും. ഇയാളാണോ കില്ലർ, അതോ നെക്സ്റ്റ് ആരാണ് എന്നൊക്കെ തോന്നും. മെമ്മറീസ് ഓഫ് മർഡർ 2003 ഇറങ്ങിയ സിനിമയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നും ഈ സിനിമയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതിൻ്റെ ടെക്നിക്കൽ വൈസ് ആയിട്ടാണെങ്കിലും അതിൻ്റെ വിഷ്വൽ വൈസ് ആയിട്ടാണെങ്കിലും ഒക്കെ ഉള്ളൊരു വേർഷൻ ഭയങ്കര ഡിഫറൻ്റാണ്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്കിടയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് ആണ് ഈ മെമ്മറീസ് ഓഫ് മർഡർ എന്ന സിനിമ. 2003 ഗ്രാൻഡ് ബെൽ അവാർഡ് ഉൾപ്പെടെ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ തുടങ്ങി നിരവധി മേഖലകളിലുള്ള അവാർഡുകൾ കൂടെ ലഭിച്ച സിനിമയായിരുന്നു മെമ്മറീസ് ഓഫ് മർഡർ. എന്തുകൊണ്ടും കണ്ടിരിക്കേണ്ട മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് മെമ്മറീസ് ഓഫ് മർഡർ. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി ഇനിയും കാണാം. ബൈ.